ഒരു കെട്ട് ബീഡിതാടാ. ആ ഗോവിന്ദൻകുട്ടിയുടെ ശല്യം ഒന്ന് ഒതുങ്ങിയുള്ളൂ. അതുകൊണ്ട് ഇനി ആർക്കും ഞാൻ കടം കൊടുക്കില്ല. അയ്യോ, ഗോവിന്ദൻകുട്ടിയെ ഒതുക്കിയത് ആനമുറ്റത്തുകാരാണെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് അറിയാലോ. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറിയാ തനിക്ക് കൊള്ളാം. ഇല്ലേ മദന? എടോ അസ്ഥി എണ്ണേണ്ടി വരും. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇടപെട്ടാ കൊള്ളാം. അല്ലേ വല്യേട്ടാ? അല്ലാതെ ഇടിയുണ്ട്. വേണ്ട വേണ്ട വേണ്ട. അരിച്ചാക്കിന്റെ ഇടയിൽ കേറാതെ എലി പണി തരും. ഇനി വാ, ആ വാടക ഇങ്ങെടുക്ക. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോ താൻ എന്തുവാ പറഞ്ഞേ? കിളി പോലുള്ള 2 പെമ്പിള്ളേരുടെ ജാഥ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് എന്താ കിളി ഇതുവരെ വന്നില്ലേ? കല്യാണം കഴിക്കാത്ത വിഷമം ഉണ്ണിച്ചാട്ടന്മാർക്കേ അറിയൂ. അപ്പോഴാണ് അവന്റെ ഒരു കിളി പോലുള്ള ജാതകം വെച്ച്. അത് പിന്നെ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് വല്യമ്മച്ചി എന്നെ വിട്ടും. അത് പേടിച്ചാ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ കിളി പോലുള്ള 2. മതി 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 മതി, കൂടുതൽ വിവരിക്കണ്ട. താൻ ഇപ്പൊ പറഞ്ഞ 2 കിളികളുടെ കാര്യം ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഒന്ന് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി തരണം. അല്ലെങ്കിൽ ഈ കട ഒഴിഞ്ഞോണം. ഇപ്പൊ വേണ്ട, നാളെ മതി. എന്തിനാ ഉണ്ണിയേട്ടൻ നാളത്തേക്കാക്കണത്? ഇപ്പൊ തന്നെ അവന്റെ കൂടും കൊടുക്കുന്ന ഓടയിലേക്ക് എറിഞ്ഞേക്കാം. അതൊന്നും വേണ്ട, ഞാൻ വരാം. എന്നെ വല്യമ്മച്ചി വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. താൻ മാത്രം വന്നാ പോരാ, 2 കിളികളുടെ ജാതകവും കൂടി കൊണ്ടുവരണം. കിട്ടുമെങ്കിൽ അവരുടെ ഫോട്ടോ ഇപ്പൊ. അപ്പൊ ഞങ്ങളോ? നീ വൈകിട്ട് വാച്ചുമായി വീട്ടിൽ വാ. അപ്പൊ ഇന്ന് അവിടെ തുടങ്ങാം. വലത് കാല് വെച്ച് കേറി. നിന്റെ കാലല്ല. കേറി വാ. ഉമ്മ എവിടെ? ഇപ്പൊ തന്നെ തരാം. ഉമ്മ തരല്ല, പാത്തുമ്മ താത്തന്നെ വിളി. പാത്തുമ്മ താത്ത, പാത്തുമ്മ താത്ത. ഓ, എത്ര താ? പാത്തുമ്മ താത്ത 5 താ. പാത്തുമ്മ താത്ത 5 താ. അതെങ്ങനെയാണ്? പാത്തുമ്മ 5 താ. പാത്തുമ്മ വന്നു. ഹലോ. പന്നി. അയ്യോ, ഇത് പന്നിയല്ല, പശുവാ. കൗ കൗ. ഇനി എവിടുന്ന് മോഷ്ടിച്ചാ വേണ്ട നമുക്ക് കൊണ്ടുപോയിക്കവിടുന്ന്. ഇനി ഇതിന്റെ പേരിൽ ആനമുറ്റത്താർ ഇവിടെ വന്ന് ബൈക്കിന് മക്കാനത്ത് നിക്കണല്ലേടാ. ഇവിടെ പശുവിനെയും വേണ്ട, പന്നീനെയും വേണ്ട. അയ്യോ, അവിടെയാണ് താത്തക്ക് തെറ്റിയത്. ഒരു ബിസിനസ് നടത്തുമ്പോ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടടാ. സോറി പാത്തുമ്മ താത്ത, ഇത് ആനമുറ്റത്തുള്ളതല്ല, ഇത് വേറെ മുറ്റത്തുള്ളതാ. ഈ കടമറ്റ പറഞ്ഞു കേട്ട ഇതിന്റെ ഉടമസ്ഥൻ ഇവിടത്തെ വഴികളൊന്നും അറിയത്തില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് കറന്നോളി. കൊണ്ടുപോണ ഇവരീസുകളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഐശ്വര്യം ഇല്ലാത്ത ഈ പശുവിനെ മോട്ടിക്കണ്ടെന്ന്. രണ്ടുപേരും അവിടെ നിന്നേ. ഇപ്പഴെങ്ങനെയുണ്ട്? ഞാനൊരു ഇന്നും തുടങ്ങിയതല്ല. അതെ, നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ കായ് കൃത്യമായിട്ട് തിരിച്ചു തന്നേക്കണം. അല്ലേ നമ്മുടെ സ്വഭാവം അറിയാല. രമണ, പാത്തുമ്മത്തള്ളയ്ക്കും ഈ പശുവിനെ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യും? അടിച്ചു മാറ്റിയ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കെട്ടി ഒരു ചെറിയ സോറിയും പറഞ്ഞു പോയിരുന്നു. എന്നിട്ട് വേണം അവരെന്നെ അവിടുത്തെ ചാണാക്കുഴി ചവിട്ടി താക്കാൻ. നീ വേറെ വല്ലതും പറ. എങ്കിലൊരു പണിയായി. ഈ കയറിന്റെ അറ്റം നിന്റെ കഴുത്തെ കെട്ടി നിന്റെ കൂടെ നടന്നോ. എടാ, ആനമുറ്റത്തുകാരെ അറിഞ്ഞാൽ ഇതും ഏറ്റുപിടിക്കും. ആനമുറ്റത്തു നിന്നും നോക്കിയതല്ല. ഓ, അല്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? എനിക്കൊരു ഐഡിയ. പറഞ്ഞ തൊലക്ക്. നീ ഈ പണ്ടാരത്തിന് ആ തെങ്ങിലോട്ട് കെട്ട്. എന്നിട്ട് നമ്മൾ മുങ്ങും. അല്ലാതെ കൂട്ടിരിക്കാൻ എവള് തന്നെ കുഞ്ഞമ്മയൊന്നുമല്ലല്ലോ. അല്ല, അതിപ്പോ ഈ കെട്ടി പിടിയടാ. കെട്ട്. ഇങ്ങോട്ടോ കെട്ട്. അയ്യോ, വിളിച്ചോ? വിളിച്ചില്ല. എന്ത് പറ്റി രമണ? നിനക്കൊല്ലോ പറ്റിയോ? കൊറേത്തോളം കടിച്ചോ? ഹലോ, എന്താടാ ഇവിടെ? ഈ വഴി പോയപ്പോ തെങ്ങ് കണ്ടു. പശുവിനൊന്ന് കെട്ടി നോക്കാന്ന് കരുതി. കാണുന്ന തെങ്ങിനൊക്കെ നീ കെട്ടോടാ. കെട്ടാൻ പറ്റിയ തെങ്ങാണെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴേ കെട്ടും. ഇവൻ പറഞ്ഞിട്ടാ. ആ ആനമുറ്റത്തുകാർ വന്ന് എന്റെ കഴുത്തെ പിടിക്കുന്ന കാണുമല്ലടാ. അയ്യോ, അതെന്തിനെ? അങ്ങനെ ആരും അടിച്ചോണ്ട് പോടാ. കൊണ്ടുപോടാ. ഈ തേങ്ങക്കൊക്കെ താങ്ങുമല്ലോ എങ്ങനെ? മോളെ വാ, മാമനോട് യാത്ര പറ, ടാറ്റ പറ. വാ. നല്ല ബെസ്റ്റ് പ്ലേസ്. അറ്റ കൈ പ്രയോഗമാണ്. ഇതിലും രക്ഷയില്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ ഇതിനെ മട്ടനാക്കി വിളമ്പും.
തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കാലേ ചുറ്റിട്ട് അഴിഞ്ഞില്ലെങ്കിൽ അഴിഞ്ഞില്ലെങ്കിലേ ദേ, ഇങ്ങനെ അഴിക്കണം. കണ്ടാ നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. നോക്കി ആരും വരുന്നില്ല. ഇങ്ങനൊരു തള്ളു. ഇപ്പൊ കാല ചുറ്റഴിഞ്ഞില്ലേ നോക്കിയേ. അഴിഞ്ഞു. ഇനി കൂടുതൽ നേരം ഞഞ്ഞാ പറയണ്ട. ഈ പറമ്പിന്റെ ഉടമസ്ഥനാകനെ കണ്ട കുഴപ്പമാവും പറഞ്ഞ. അല്ല രമണ, ഈ കയറെന്തിനാ? അത് നിനക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ തൂങ്ങിച്ചത്ത് കളിക്കാൻ. വാ. എങ്ങോട്ടാ ഇത്ര ധൃതി വെച്ച്? മനക്കിലെ ശേഖരമേനോന്റെ മൂത്ത മകളുടെ കല്യാണം ഉറപ്പിക്കലാ ഇന്ന്. നാട്ടുകാരുടെ മക്കളുടെ കല്യാണം ഉറപ്പിക്കാൻ എന്താ ഒരു ഉത്സാഹം. അതെ, നമുക്ക് മക്കളില്ലാത്തത് കൊണ്ടാ നാട്ടുകാരുടെ മക്കളുടെ കല്യാണത്തിനും പുലകുളിക്കും ഒക്കെ പോകുന്നത്. അതെന്റെ കുറ്റം കൊണ്ടൊന്നല്ലല്ലോ. ആരുടെ കുറ്റം കൊണ്ടായാലും ശരി, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് മക്കളില്ലെങ്കിലും നമ്മൾ മക്കളെ പോലെ കരുതുന്ന. നമ്മളൊന്നും വേണ്ട, ഞാനെന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ മക്കളെ പോലെ കരുതുന്ന രാമകൃഷ്ണനും രാജീവനും ഓരോ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അതറിയോ? എടി നാവടക്കടി, ആനമുറ്റം തറവാട്ടിലെ ഈ ദാക്ഷായിനി അമ്മയുടെ ശബ്ദം മാത്രം കേട്ടാ മതി. ഇവിടുത്തെ പിള്ളേരെ കല്യാണം എന്ന് നടത്തണം, എങ്ങനെ നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ. എനിക്ക് എന്റെ സൗകര്യം പോലെ ഞാൻ നടത്തും. ഇയാള് രാവിലെ കുറ്റം പറിച്ചോണ്ട് എങ്ങോട്ട് പോണു? ആരുമില്ല ഇവിടെ. എന്താടാ? നല്ല കിളി പോലുള്ള രണ്ട് പെൺപിള്ളേര്. അതെന്താടാ, അവർക്ക് കൊക്കുമാലൊക്കെ ഇല്ല? അമ്മച്ചിയുടെ ഒരു തമാശ. ആരാടാ നിന്റെ അമ്മച്ചി? ഈ വല്യച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? വീട്ടിലുള്ളവരോട് മെക്കിട്ട് കയറും പോലെ. നീ പോടി അപ്പുറത്ത്. പണ്ട് ഞാൻ ഇവരെ നോക്കി വെച്ചിരിക്കുക. ഞാൻ അറിയാതെ ഇവിടെയുള്ള പിള്ളേർക്ക് കുറെ നാളെ ഇവൻ കല്യാണം ആലോചിക്കുക. നാട്ടിലുള്ള മറ്റുള്ളവർക്ക് കെട്ടി തീർന്നോടാ. അയ്യോ ഇല്ലേ. എന്നാൽ അത് ആദ്യം ചെയ്യേ. കിളി പോലുള്ള പെൺപിള്ളേര് കാര്യം പറഞ്ഞ് മേലാൽ ഈ പഠിക്കകത്ത് കയറി പോകരുത്. എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. ഓ അറിയാം. എന്നാ പോ. ഓ വരുന്നുണ്ട്. കുറേശ്ശെ വരുന്നുണ്ട്. അതല്ല, ബ്രോക്കർ വരുന്നുണ്ടെന്ന്. ഞാൻ വിചാരിച്ച്. എന്തായി? നിങ്ങൾക്ക് മുലകുടി മാറിയില്ലെന്ന് ആ വല്യമ്മച്ചി പറയുന്നു. അയ്യോ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്നെ വെറുക്കുകയും അരുത്. നിങ്ങളുടെ പെറ്റമ്മ തന്നെ നിങ്ങൾക്ക് പാരാ. അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ എന്നല്ല ഈ പഞ്ചായത്തിൽ ഒരു കല്യാണവും നടക്കില്ല. ഞാൻ പോകും. ദയവ് ചെയ്ത് എന്റെ സമയം പാഴാക്കരുത്. എന്തിനു പാഴ്ശ്രുതി മീട്ടുവതിനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ. എന്തൊരു കുളിര്. രമണ, ആ യശോദ ചേച്ചിക്ക് വാട കൊടുക്കാൻ നീ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാ? ഒരു വഴിയില്ല. അവര് നമ്മൾ ഇവിടുന്ന് ഒഴിപ്പിക്കും, അത്ര തന്നെ. നമ്മള് 2 മാസത്തെ ആഹാരത്തിന്റെ കാശ് അവർ കൊടുക്കാനുണ്ടാ? ഇത് കള്ളക്കണക്ക് എഴുതി കയറ്റിയതാ. കള്ളക്കണക്കൊന്നുമല്ല, തിന്നത് തന്നെ. 2 മാസത്തേക്കുള്ളത് 1 മാസം കൊണ്ട് തിന്നു. നിന്റെ വയറല്ലേ? ആരുമില്ലേ ഇവിടെ? തട്ടപ്പാരയ്ക്ക് ഇറക്കി വിടാൻ യശോദ ചേച്ചി വന്നതായിരിക്കും. നമ്മൾ ഉറങ്ങിയെന്ന് വിളിച്ചു പറ. ഉറങ്ങിയവരെങ്ങനെയാടാ വിളിച്ചു പറയുന്നേ? എങ്കിൽ പുറവശത്തൂടെ ഇറങ്ങി ഓടാ. അതൊന്നും ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, യശോദ ചേച്ചിയുടെ കാല് വീണ് കരഞ്ഞു പറഞ്ഞു നോക്കാം. ദൈവത്തിന് സ്തോത്രം. എന്റെ നാമം തോമാസ് കുട്ടി. ഇത് പറയാനാണ് ഈ പാതിരയ്ക്ക് വന്നത്? കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളുടെ പശു തിരിച്ചെത്തിയിരിക്കുന്നു. എന്റെ അമ്മോ എവിടെ? ഇതാ നിൽക്കുന്നു, സന്തോഷിപ്പിൻ. ഇന്ന് നിങ്ങൾ ഈ മിണ്ടാപ്രാണിയെ തെളിച്ചു കൊണ്ടുപോകുന്നു ഞാൻ കണ്ടു. സായാഹ്നത്തിൽ ഞാൻ ഭവനത്തിലെത്തിയപ്പോൾ എന്റെ മുറ്റത്ത് വീണ്ടും ഇതിനെ കാണാനിടയായി. പരമകാരുണികനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാവാം ഇതിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. സഹോദരന്മാരുടെ നാമം? ഇത് രമണ സഹോദരൻ. ഇത് മദന സഹോദരൻ. വെരി ഗുഡ്. ഇനിയെങ്കിലും ഇതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പിൻ. ലോകരക്ഷകൻ യേശു നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ഞാൻ ഇറങ്ങുന്നു. സഹോദര ഒന്ന് നിന്നേ. എന്ത്? സഹോദരന്റെ തിരുനാമം ഒന്നുകൂടി ഉരിയാടാമോ? ആടാം. തോമാസ് കുട്ടി. തോമാസ് കുട്ടി സഹോദര, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ? അതെ. ദ്രോഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലും എടുത്തോണ്ട് പോടാ നിന്റെ പശു. പ്ലീസ്, വയലന്റ് ആവരുത്. സമാധാനം. അല്ല ഉപദേശി നിയന്ത്രിച്ചില്ലേ? വാ. എനിക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ എന്ത്